എന്നെ ആരെങ്കിലും വീട്ടമ്മ എന്ന് വിളിച്ചാലുണ്ടല്ലോ, ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ കേസ് കൊടുത്ത് അകത്താക്കും. കേട്ടല്ലോ? ഇനി ഒരു വിട്ടുവീഴ്ചയും ഞാൻ തയ്യാറല്ല. എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ ഇത്തിരി കലിപ്പിലാണെന്നാണ് നിങ്ങളെല്ലാവരും വിചാരിച്ച് വെച്ചിരിക്കുന്നത്. ഞാൻ കലിപ്പിലൊന്നും അങ്ങനെ അല്ല. പക്ഷേ ഇപ്പോൾ ഒരു ന്യൂസ് വന്നിട്ടുണ്ട് കേട്ടോ. ആ ന്യൂസ് വന്നിട്ട് നോക്കട്ടെ, ഒരു 2-3 ദിവസമായി. പക്ഷേ ആ ഒരു ന്യൂസ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇപ്പോഴാണ്. എന്തായാലും ആ ന്യൂസ് എന്താണെന്ന് നിങ്ങൾ നേരിട്ട് തന്നെ കേട്ടോളൂ. പിന്നെ അല്ലാതെ എന്തൊക്കെയാണ് സ്ത്രീകളെ വീട്ടമ്മയെന്ന് വിളിക്കുന്നത് തിരുത്തണമെന്ന് വനിതാ കമ്മീഷൻ. ജോലിയില്ലാത്ത സ്ത്രീകളെ വീട്ടമ്മ എന്ന് വിളിക്കുന്നത് തിരുത്തണമെന്ന് വനിതാ കമ്മീഷൻ. അതാണ് സ്റ്റാർട്ടിങ്. എന്തിനാണ് വീട്ടമ്മ എന്ന് വിളിക്കുന്നതിൽ അധിക്ഷേപമുണ്ടോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. എന്നെ വീട്ടമ്മ എന്ന് വിളിച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അതിലെന്താ ഇത്ര മോശം? വിതരണത്തിലെ ലിംഗവിവേചനപരമായ വാക്കുകൾ പാടില്ലെന്നാണ് വനിതാ കമ്മീഷൻ മാർഗരേഖയിൽ വ്യക്തമാക്കുന്നത്. മാധ്യമങ്ങളുടെ സമീപനത്തിലും ഭാഷയിലും വരുത്തേണ്ട മാർഗരേഖയിലാണ് വനിതാ കമ്മീഷൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. ശുപാർശകൾ സഹിതം വനിതാ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. പ്രാസം, കാവ്യാത്മകത, വായനയുടെ സൗന്ദര്യം തുടങ്ങിയ എഴുത്തിന്റെ പരിഗണനകൾ സ്ത്രീ പദവിയുടെയും അതിന്റെ മാന്യതയുടെയും മുൻപിൽ അപ്രസക്തമാണ്. വളയിട്ട കൈകളിൽ വളയം ഭദ്രം പോലെ ഏത് തൊഴിലായാലും സ്ത്രീകൾ അതിലേക്ക് കടന്നു വരുമ്പോൾ വളയെ കൂട്ടുപിടിക്കുന്ന തലക്കെട്ടുകൾ ഒഴിവാക്കുക. പെൺബുദ്ധി, പിൻബുദ്ധി, അല്ലെങ്കിലും പെണ്ണ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് വായനക്കാർക്ക് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള അവതരണം തുടങ്ങിയവയും ഒഴിവാക്കണം. സ്ത്രീയും പുരുഷനും ഒന്നിച്ച് ജീവിക്കാൻ രഹസ്യമായി പുറപ്പെടുന്ന ഒളിച്ചോട്ട വാർത്തകളിൽ 2 കുട്ടികളുടെ അമ്മ കാമുകന്റെ കൂടെ ഒളിച്ചോടി എന്ന രീതിയിൽ സ്ത്രീയുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്ന തരം വാർത്താ തലക്കെട്ടുകളും മാറ്റണം. എന്തുവാടേ ഇത്? 2 കുട്ടികളുടെ അമ്മ കാമുകൻ്റെ കൂടെ ഒളിച്ചോടിയാൽ പിന്നെ 2 കുട്ടികളുടെ അമ്മ കാമുകൻ്റെ കൂടെ ഒളിച്ചോടി എന്നല്ലാതെ പിന്നെ 4 കുട്ടികളുടെ അമ്മ കാമുകൻ്റെ കൂടെ ഒളിച്ചോടി എന്ന് പറയാൻ പറ്റും? എന്തുവാ ഇത്? എന്തൊക്കെയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ? എന്താണ് ഇതൊക്കെ? എന്താണ് പറയുന്നത്? എൻ്റെ പൊന്നോ, ഇതിനൊക്കെ എനിക്ക് പറയാൻ വാക്കുകളില്ല കേട്ടോ. എനിക്ക് ദേഷ്യം വരികയാണ്. ഇതൊക്കെ എന്താണ് പറയുന്നത്? 2 കുട്ടികളുടെ അമ്മ കാമുകൻ്റെ കൂടെ ഒളിച്ചോടി പോയാൽ പിന്നെ അതിനെ അങ്ങനെയല്ലാതെ പിന്നെ എന്താണ് പറയേണ്ടത്? ഒന്ന് പറയൂ നിങ്ങൾ. അതിന് പറയേണ്ട മറുപടി കൂടെ പറഞ്ഞു തരൂ. ഇതെന്താ വെള്ളരിക്ക് പറ്റണോ? പുതിയ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ, പക്ഷേ ഈ നിയമങ്ങളൊക്കെ ഇങ്ങനെ വരുന്നതിനോടല്ല നമുക്കൊക്കെ സന്തോഷം എന്ന് പറയുന്നത്. ഈ നിയമങ്ങൾ ഇങ്ങനെ വരുന്നതിൽ എന്തർത്ഥമാണുള്ളത്? രാത്രി കാലങ്ങളിൽ പെണ്ണുങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വയ്യ, അതിനൊക്കെ ഒരു തടയിടൂ. അല്ലാതെ ഇതൊക്കെ വെറും ബാലിശമായിട്ടുള്ള കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ അറിവാണ് കേട്ടോ പറയുന്നത്. ഇതൊരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് ആരെയും ബോഡി ഷേമിങ് ചെയ്യാതെ, ആരുടെയും മതത്തെയോ ജാതിയെയോ വർഗത്തെയോ ഒന്നും കുറ്റം പറയാതെ നമുക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ തുറന്ന് പറയുക തന്നെ ചെയ്യാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുറന്നു പറയുന്നത്. ഇതൊക്കെ എന്തോന്നാണ് ഇതൊക്കെ വെറും ബാലിശമായിട്ടുള്ള തീരുമാനങ്ങളല്ലേ? എത്രയോ പേരെ ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം, എത്രയോ ആളുകൾ, സ്ത്രീകൾ നേരിടുന്ന പീഡനങ്ങൾ, അതേ തുടർന്നുണ്ടാകുന്ന പരാതികൾ, സൈബർ ബുള്ളിങ് നേരിടുന്ന സ്ത്രീകൾ എത്രയോ പേരുണ്ട്. അവരൊക്കെ കൊടുത്തിട്ടുള്ള പെറ്റീഷനുകൾക്കൊന്നും ഇപ്പോഴും പരിഹാരം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്ന ആളുകളെയും നമുക്കറിയാം. അറിയാമെന്ന് വെച്ചാൽ നമ്മൾ പല സോഷ്യൽ മീഡിയകളിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് അങ്ങനെ സൈബർ ബുള്ളിങ് നേരിട്ടു, ഇങ്ങനെ നേരിട്ടു, എന്നിട്ട് ഞങ്ങൾ പരാതിപ്പെട്ടിട്ട് അതിനൊന്നും പരിഹാരം കിട്ടിയിട്ടില്ല എന്നൊക്കെ ആയിട്ട് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇത്രയും ബാലിശമായിട്ടുള്ള കാര്യങ്ങളെന്ന് ഓർക്കുമ്പോഴത്തേക്ക് എന്താ പറയുക? ഇനി ബാക്കി കൂടി കേൾക്കാം. വൃത്തിയാക്കൽ, ശിശു സംരക്ഷണം തുടങ്ങിയവ സ്ത്രീകളുടെ കടമയാണെന്നും വിദ്യാഭ്യാസം, ആരോഗ്യം, നിക്ഷേപം, സൈനിക സേവനം തുടങ്ങിയവ പുരുഷന്റെ കടമയാണെന്നും മട്ടിലുള്ള ചിത്രീകരണവും ഒഴിവാക്കുക. അങ്ങനെ ആരും ചിത്രീകരിക്കുന്നില്ലല്ലോ. ഇന്നത്തെ കാര്യത്തിൽ എല്ലാവർക്കും അറിയാം. തെങ്ങ് കയറ്റം മുതൽ യുദ്ധഭൂമിയിൽ പുരുഷനൊപ്പമാണ് ടാങ്കർ ലോറികൾ വരെ ഓടിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. പാറ്റൻ ടാങ്കിന് മുന്നിൽ നെഞ്ച് വിരിച്ച് നിൽക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അതൊന്നും അങ്ങനെയൊന്നും ആരും പറയില്ല. ഇന്നത്തെ കാലത്ത് ആരും പറയില്ല. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അറിയാം, സ്ത്രീ എവിടെയുണ്ടോ പുരുഷൻ എവിടെയുണ്ടോ അതിനെ ചുറ്റിപ്പറ്റി സ്ത്രീയും ഉണ്ട്. ചുറ്റിപ്പറ്റിയല്ല, അല്ലാതെ നേരെ തന്നെ സ്ത്രീ ഉണ്ടെന്ന് തന്നെ പറയേണ്ടത്. സ്ത്രീയും പുരുഷനും ഇപ്പോൾ തുല്യതയൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നതും. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ഇതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാ മേഖലകളിലും ഉണ്ടല്ലോ ഇപ്പോൾ സ്ത്രീയും പുരുഷനും ഒരേ സമയത്ത് ഒരേപോലെ തന്നെയാണ്. എല്ലാത്തിലും 2 പേരും നല്ല പവർഫുള്ളായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അത് വീട്ടിലാണെങ്കിലും ശരി തന്നെ. എൻ്റെ വീട്ടിലെ
പറയേണ്ട കാര്യമല്ല. പുറത്ത് പല സ്ഥലങ്ങളിലും ഉണ്ട്. പുരുഷൻ ഒരെണ്ണം സ്ത്രീക്ക് പൊട്ടിച്ചാൽ 2 അവൻ്റെ പെടലിക്ക് കൊടുക്കുന്ന പെണ്ണുങ്ങളും ഉണ്ട് ഇന്നത്തെ കാലത്ത്. അതുകൊണ്ട് സ്ത്രീ ഒന്നിനും പുറകിലോട്ടൊന്നുമല്ല. പിന്നെന്താണ്? ലൈംഗിക ചുവയുള്ള തലക്കെട്ടുകളും ഒഴിവാക്കണം. ലിംഗസമ്മതമുള്ള മലയാള പദാവലികളുടെ ശൈലി പുസ്തകം അടിയന്തരമായി തയ്യാറാക്കണം. ഔദ്യോഗിക ഉപയോഗത്തിനും മാധ്യമങ്ങളുടെ ഉപയോഗത്തിനും ഇത് ലഭ്യമാക്കണമെന്നും കമ്മീഷൻ സർക്കാരിനോട് ശുപാർശ ചെയ്തിട്ടുണ്ട്. ഭാഷാ വിദഗ്ധർ, ലിംഗനീതിപരമായ വിഷയങ്ങളിലെ വിദഗ്ധർ, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള മീഡിയ അക്കാദമി തുടങ്ങിയ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാർ അംഗങ്ങളായ സമിതി രൂപവൽക്കരിച്ച് 6 മാസത്തിനകം പുസ്തകം തയ്യാറാക്കണം. സമിതിയിലെ വിദഗ്ധർ കഴിയാവുന്നത്ര സ്ത്രീകളായിരിക്കണമെന്നും ശുപാർശയിൽ പറയുന്നുണ്ട്. പ്രകൃതി രമണീയമാണ്. ബാക്കിയൊക്കെ പോട്ടെ, അതിലൊന്നും വിഷയമില്ല. പക്ഷേ വീട്ടമ്മ എന്ന സ്ത്രീകളെ അഭിസംബോധന ചെയ്താൽ എന്താണ് തെറ്റ്? വീട്ടമ്മ എന്ന് പറയുന്നത് ഇത്രയും അപമാനമായിട്ടുള്ളൊരു വാക്കാണോ? എന്നെ വീട്ടമ്മ എന്ന് വിളിച്ചാൽ ഞാൻ സന്തോഷത്തോടു കൂടി എന്തോ എന്ന് വിളിയേൽക്കും. എന്തുവാടെ ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനിപ്പോൾ കുറേ ആളുകൾ വരും വനിതാ കമ്മീഷനെ ചോദ്യം ചെയ്തു, ആക്ഷേപിച്ചു, അധിക്ഷേപിക്കുന്നതും ഒന്നുമല്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നതാണ്. എൻ്റെ അഭിപ്രായം എനിക്ക് പറഞ്ഞുകൂടായോ? ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ലല്ലോ. എനിക്ക് പറയേണ്ട അഭിപ്രായം ഞാൻ പറയുക തന്നെ ചെയ്യും. എന്നാലും ഇതൊക്കെ എന്തുവാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്നത്തെ കാലത്ത് ആണിനും പെണ്ണിനും ഒക്കെ തുല്യതയുണ്ട്, ഇല്ലെന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല. തുല്യ പങ്കാളിത്തം എന്നൊക്കെ പറയുന്നെങ്കിലും പെൺകുട്ടികൾ ഇന്നും പീഡിപ്പിക്കപ്പെടുന്നില്ലേ? തുല്യ പങ്കാളിത്തം ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, പറയുന്നുണ്ട്. ഒരു നിയമം കൊണ്ടുവന്ന് പറഞ്ഞിട്ട് എന്തുമാത്രം പെൺകുട്ടികൾ പീഡനങ്ങൾ അനുഭവിക്കുന്നു. ഭർത്താവിൻ്റെ വീട്ടിലായാലും എവിടെയെല്ലാം, സ്വന്തം വീട്ടിൽ പോലും പീഡനങ്ങൾ അനുഭവിക്കുന്ന പെൺകുട്ടികളില്ലേ? അപ്പോൾ എന്താണ് ഇതിനൊക്കെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ ദൈവമേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സത്യം. ഇതൊക്കെ ഇത് വലിയ ഇതായിട്ടൊന്നും തോന്നുന്നില്ല. ഒരു ബാലിശമായിട്ടുള്ളൊരു ഇതായിട്ട് മാത്രമേ തോന്നുള്ളൂ. ഇന്നത്തെ കാലത്ത് എല്ലാ ഫീൽഡിലും ആണിനൊപ്പം തന്നെ പെണ്ണും ഉണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്കിങ്ങനെ ഒരു വിധി വന്നപ്പോൾ എനിക്ക് വലിയ ഇതൊന്നും തോന്നുന്നില്ല. പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, അത്തരത്തിൽ വനിതാ കമ്മീഷൻ ഒരു തീരുമാനം എടുക്കുന്നെങ്കിൽ അത് സ്ത്രീകളുടെ ഉന്നമനം കണ്ടിട്ട് അല്ലെങ്കിൽ അവരുടെ ഉയർച്ച കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതുണ്ടെങ്കിൽ എനിക്കൊരു കാര്യം പറയണം. സ്ത്രീകളെ ഏറ്റവും അധികം മ്ലേച്ഛമായും താറടിച്ചും കാണിക്കുന്നത് സീരിയലുകൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ സ്ത്രീകളെ അങ്ങേയറ്റം ഒരു പ്രോഡക്റ്റായിട്ട് കാണിക്കുന്നത് സീരിയലുകൾ തന്നെയാണ്. വിൽപ്പന ചരക്കായിട്ട് കാണിക്കുന്നത് സീരിയലുകൾ തന്നെയാണ്. സീരിയലുകളിൽ സ്ത്രീകളെ ഏറ്റവും അധികം മ്ലേച്ഛമായ രീതിയിൽ താറടിച്ചാണ് സംസാരിക്കുന്നത്. ഇതിന് ഒരു പോം വഴി കണ്ടുപിടിക്കുക വനിതാ കമ്മീഷൻ ചെയ്യേണ്ടത്. ഞാൻ പറയുകയാണ്, എൻ്റെ ഒരു അഭിപ്രായമാണ്. ഞാൻ ഇന്ത്യയിൽ ജനിച്ച് വളർന്നൊരു വ്യക്തിയാണ്. എൻ്റെ പേരിൽ പ്രത്യേകിച്ച് കേസുകളോ ഒന്നുമില്ല. ഞാനൊരു സാധാരണ ഒരു വീട്ടമ്മയാണ്. വീട്ടമ്മ എന്ന് പറയുന്നതിൽ പരമമായ ആനന്ദം കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വീട്ടമ്മയാണ്. കുലസ്ത്രീ പരിവേഷം എന്നൊക്കെ കുറേ പേര് വേണമെങ്കിൽ പറയും. അതിലും ഒരു പ്രശ്നമില്ല. കുലസ്ത്രീ എന്ന് പറയുന്നത് വളരെ നല്ലൊരു വാക്കാണ്. ഏറ്റവും നല്ല കുലത്തെ പരിപാലിക്കുന്നവളാണ് കുലസ്ത്രീ. അത് കേൾക്കുന്നതിൽ എനിക്ക് ഒരു അപമാനവുമില്ല. അതും വളരെ നല്ല വാക്കാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈ സ്ത്രീകളെ അങ്ങേയറ്റം മ്ലേച്ഛമായിട്ട് ചിത്രീകരിക്കുന്നത് സീരിയലുകളിൽ തന്നെയാണ്. അതൊരു വില്ലത്തി കഥാപാത്രം വന്നു കഴിഞ്ഞാൽ നായികയെ ഇടിച്ചങ്ങ് താഴ്ത്തും. മനസ്സിലായില്ലേ? അതിൽ കാണും, എല്ലാത്തിലും കാണും ഒരു അമ്മായിമാർ. ആ അമ്മായിമാർ ഇരിപ്പത്തിട്ട കണക്ക് ഒരു സാരിയും പട്ടുസാരിയൊക്കെ വാരി ചുറ്റിയിട്ട് ഒരു കസേരയിൽ എപ്പോഴും ഇങ്ങനെ ഉണ്ടാവും. കണ്ണുരുട്ടുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറയുന്നത്. പരമാവധി കണ്ണുരുട്ടി നമ്മുടെ നായികയെ കരയിച്ച് പണ്ടാറടങ്ങും. അപ്പോൾ ഇത് ശരിയല്ല. ഇതിനൊക്കെ ഒരു തടയിടണം. നായികയെ കരയിക്കണ്ട. അത് നെഗറ്റിവിറ്റി തന്നെയാണ്. സ്ത്രീകളെ അങ്ങേയറ്റം താറടിച്ച് കാണിക്കുക. 2 മരുമക്കളുണ്ടെങ്കിൽ, ഉദാഹരണം ചെമ്മനീർ പൂവിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. 2 മരുമക്കളുണ്ട്. ആ 2 മക്കളിൽ എന്നാ ചോദിക്കും, നിങ്ങൾ സീരിയൽ കാണുന്നില്ലേന്ന്? ഞാൻ നേരത്തെ കാണുമായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ റിവ്യൂ ചെയ്യുമായിരുന്നു സീരിയലിൻ്റെ. ആ സമയത്ത് കാണുമായിരുന്നു. പിന്നെ മടുത്ത് വേണ്ടാന്ന് വെച്ച് പുല്ല്. ഇപ്പോൾ എനിക്ക് ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്കൊട്ടും നേരവുമില്ല. അപ്പോൾ 2 മരുമക്കളുണ്ട് അതിനകത്ത് മെയിൻ കഥാപാത്രത്തിന്.
ആ ഒരു അവരുടെ പേരെന്തരാണ്, പേര് മറന്നുമില്ല ദൈവമേ, ആവശ്യത്തിനാണെങ്കിൽ ഒന്നും ഉപകരിക്കത്തില്ല. അപ്പോൾ അവർക്ക് 2 മരുമക്കളുള്ളതിന് ഒരെണ്ണത്തിനെ എടുത്ത് കുറച്ച് കാശുണ്ടെന്ന് പറഞ്ഞെടുത്ത് പൊക്കി കൊണ്ടുപോകും. രണ്ടാമത്തേതിനെ എടുത്ത് താത്ത് അതിനെ കണ്ടുകൂടാ, ചവിട്ടിത്തേക്കും. മൂത്ത മരുമകളെ കൊണ്ട് ഇളയ മരുമകളെ ചവിട്ടിത്തേക്കുക. ഇതൊക്കെയാണ് ഈ സീരിയലുകളിൽ കാണുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു തടയിടണം. വനിതാ കമ്മീഷൻ മുൻകൈയെടുത്ത് ഇറങ്ങിയേ പറ്റുള്ളൂ. ഇതിനൊക്കെ ഒരു തട വേണം. അങ്ങനെ എല്ലാത്തിലും അങ്ങനെ വേണമല്ലോ. അങ്ങനെ കൊള്ളാമോ? സീരിയലുകളിൽ നമ്മൾ പെണ്ണുങ്ങളെ എന്നെ പോലുള്ള വീട്ടമ്മമാരെയൊക്കെ ഇങ്ങനെ അധിക്ഷേപിക്കുന്ന തരത്തിലൊക്കെ സീരിയലുകളിൽ ചെയ്യുന്ന, സോറി വീട്ടമ്മ എന്നുള്ള പ്രയോഗം നിർത്തിച്ചതാണെങ്കിൽ അത് ഞാൻ പറയുന്നത് ശരിയല്ല, സോറി വീട്ടമ്മയല്ല, എന്നെപ്പോലെയുള്ള എന്താണിപ്പോൾ പറയുന്നത്, എന്തിപ്പോൾ പറയണമെന്നും അറിയാൻ വയ്യല്ല ദൈവമേ, എന്നെപ്പോലുള്ള വീട്ടമ്മ എന്നാണ് സാധാരണയായിട്ട് നമ്മൾ പറയുന്നത്. ഹൗസ് വൈഫ് എന്ന് പറയാൻ പറ്റുമായിരിക്കും അല്ലേ, ഹൗസ് വൈഫ് എന്ന് പറയാമായിരിക്കും. അപ്പോൾ എന്നെപ്പോലുള്ള ഹൗസ് വൈഫ് അതെനിക്ക് എന്തോ ദഹിക്കുന്നില്ല. ഹൗസ് വൈഫ് എന്ന് പറയുന്നത് എന്തായാലും കുലസ്ത്രീ എന്നുള്ള വാക്കിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ല, ഉള്ളതായിട്ട് ആ പെങ്കൊച്ച് പറഞ്ഞിട്ടില്ല ന്യൂസിൽ. അതുകൊണ്ട് ഞാൻ കുലസ്ത്രീ എന്ന് സ്വയം പറയാം. എന്നെപ്പോലുള്ള കുലകൾക്കൊന്നും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല ഈ സീരിയലിലുള്ള ഇങ്ങനെയുള്ള ഇതുകൂടി ഒന്ന് നിർത്തലാക്കി തന്നാൽ വളരെ ഉപകാരമായിരിക്കും. ഞങ്ങൾ കുലകൾക്ക് ഒട്ടും ഇഷ്ടമല്ല ഇങ്ങനെയുള്ള സീരിയലുകൾ. എന്തുവാണ് പറയുന്നത്, ആ ഗീതാ ഗോവിന്ദത്തിൽ തന്നെ എന്താണ് ആ അമ്മായിയമ്മ കാണിക്കുന്നത്, നമ്മുടെ ഗീതുവിനെ ഇട്ട് കഷ്ടപ്പെടുത്തുകയാണ്. ഗീതുവിനെ മാത്രമല്ല രേഖയെ കഷ്ടപ്പെടുത്തുന്നുണ്ട്. അതെല്ലാം നമ്മൾ സ്ത്രീകളല്ലേ, ഈ രേഖയും ഗീതുവും ഒക്കെ സ്ത്രീകളാണ്. അപ്പോൾ നമ്മൾ കുലകൾ അത് കാണുമ്പോൾ കരയും, ഒരുപാട് കരയാറുണ്ട്. കരഞ്ഞ് കണ്ണിൻ്റെ ഇവിടെ വരെ കറുപ്പ് വരെ വന്നിട്ടുള്ള സമയങ്ങളുണ്ട്. ഇനി എനിക്ക് കരയാനേ വയ്യ, ഞാൻ ഇനി കരയില്ല. ഞങ്ങൾ കുലകളെ കൂടി സംരക്ഷിക്കണം എന്ന് എനിക്ക് പറയാനുണ്ട്. ബഹുമാനപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരോടുമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണിത്. ഇത് ഞാൻ പറഞ്ഞത് കളിയാക്കിയൊന്നുമല്ല പറഞ്ഞത്, ആക്ഷേപിച്ചോ കളിയാക്കിയോ ഒന്നുമല്ല പറഞ്ഞത്. അങ്ങനെയൊന്നും ആരും കരുതണ്ട, ഒരിക്കലും അതിനാരും വളച്ചൊടിക്കാനും നോക്കണ്ട. വളരെയധികം ആത്മാർത്ഥമായിട്ട് പറഞ്ഞ ഈ വിവരദോഷിയായ ഞാൻ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞതിൽ എവിടെയെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും ഒരു കുലസ്ത്രീ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ സീരിയലുകളൊന്നും ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഞങ്ങൾ സ്ത്രീകളെ നിരന്തരം അധിക്ഷേപിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഈ സീരിയലുകൾ വഴി. ഞങ്ങൾക്ക് എങ്ങനെ അത് സഹിക്കാൻ പറ്റും? ഞങ്ങളെ എന്തിനിങ്ങനെ താറടിച്ച് കാണിക്കുന്നു നമ്മളുടെ പെണ്ണുങ്ങളെ? അതുകൊണ്ട് ഇതിനും കൂടി ഒരു തടയിടണമെന്ന് എനിക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ വനിതാ സെല്ലോ അവരോട് എനിക്ക് അപേക്ഷിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കുക. ഒരു കുലസ്ത്രീയുടെ അപേക്ഷയായിട്ട് കരുതുക.